മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ ആദ്യ കുറ്റപത്രത്തിന് അംഗീകാരം. വിജിലൻസ് ഡയറക്ടറാണ് അംഗീകാരം നൽകിയത്. 2014 വയനാട് യൂണിയന് 10 ലക്ഷം നൽകിയതിലെ ക്രമക്കേടിലാണ് കുറ്റപത്രം. വെള്ളാപ്പള്ളി നടേശൻ, MN സോമൻ, വയനാട് SNDP യോഗം അംഗങ്ങൾ എന്നിവരാണ് പ്രതികൾ. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും കിരൺ കുമാർ ചേരുന്നുണ്ട്. കിരൺ, കഴിഞ്ഞ ദിവസമാണ് ഈ കേസിൽ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നത്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശന് കുരുക്ക് മുറുകുകയാണ്. ആദ്യ കുറ്റപത്രത്തിന് വിജിലൻസ് ഡയറക്ടർ അംഗീകാരം നൽകിയിരിക്കുന്നു, അല്ലേ? ഗോപിക, 70ഓളം കേസുകളാണ് ഈ മൈക്രോ ഫിനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വ്യാപകമായി തന്നെ രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇതിൽ ആദ്യ കേസിലെ ഒരു കേസിലെ, അതായത് വയനാട് SNDP യൂണിയനുമായി ബന്ധപ്പെട്ടുള്ള കേസിലാണ് ഇപ്പോൾ കുറ്റപത്രം തയ്യാറായിരിക്കുന്നത്. ഈ കുറ്റപത്രത്തിന് വിജിലൻസ് ഡയറക്ടർ കൂടി അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഏതായാലും കഴിഞ്ഞ ദിവസം ഈ കേസുകൾ, ഈ ഹർജികൾ പരിഗണിക്കുന്നതിനിടയിൽ കോടതിയുടെ ഭാഗത്തു നിന്നും വിജിലൻസ് സംഘത്തിനെതിരെ രൂക്ഷമായ ഭാഷയിൽ തന്നെയായിരുന്നു കോടതിയുടെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നത്. വർഷങ്ങൾ പിന്നിട്ടിട്ട് പോലും കേസിലെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു എന്നൊരു വിമർശനം തന്നെ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. മാത്രവുമല്ല, വിജിലൻസിൻ്റെ ഈ അന്വേഷണ ചുമതലയുള്ള SP ശശിധരനെ മാറ്റി മറ്റൊരു ഉദ്യോഗസ്ഥനെ നിയമിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കേണ്ടിയിരിക്കുന്നു എന്നൊരു കാര്യമാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചത്. കുറച്ചുകൂടി ചെറുപ്പക്കാരനായിട്ടുള്ള ഉദ്യോഗസ്ഥരെ ഈ അന്വേഷണം ഏൽപ്പിക്കേണ്ടി വരുമോ എന്നടക്കമുള്ള ചോദ്യങ്ങളൊക്കെ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ തന്നെയാണ് ഇപ്പോൾ ഈ അന്വേഷണത്തിലെ കുറ്റപത്രം സമർപ്പിച്ചുകൊണ്ട് മറ്റു നടപടികളിലേക്ക് കടക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം വിജിലൻസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഏതായാലും ഈ വയനാട്ടിലെ കേസിനൊപ്പം തന്നെ മറ്റ് 2 കേസുകളിൽ കൂടി കുറ്റപത്രം തയ്യാറായിട്ടുണ്ട്. എന്നാൽ ഇതിന് രണ്ടിനും അംഗീകാരം കിട്ടിയിട്ടില്ല. വരും ദിവസങ്ങളിൽ തന്നെ ഈ 2 കുറ്റപത്രങ്ങൾക്ക് കൂടി അംഗീകാരം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 3 കേസുകളുടെ കുറ്റപത്രം ആദ്യഘട്ടത്തിൽ തന്നെ തയ്യാറാകും. ഏതായാലും മുഴുവൻ കേസുകളും, അതായത് 70 കേസുകളുടെയും കുറ്റപത്രം 3 ആഴ്ചക്കുള്ളിൽ തന്നെ പൂർത്തീകരിച്ച് അത് സമർപ്പിച്ച് മറ്റു നടപടികളിലേക്ക് കടക്കണമെന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു കോടതി ചൂണ്ടിക്കാണിച്ചത്. ഏതായാലും വയനാട് SNDP യൂണിയനുമായി ബന്ധപ്പെട്ട് 15 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് ആദ്യം രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇതിൽ 10 ലക്ഷം രൂപയുടെ കുറ്റപത്രം, അതായത് 10 ലക്ഷം രൂപയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ കുറ്റപത്രമാണ് ഇപ്പോൾ വിജിലൻസ് തയ്യാറാക്കിയിരിക്കുന്നത്. ഏതായാലും മറ്റ് ഇതിൻ്റെ അനുബന്ധ കുറ്റപത്രം, ഈ ബാക്കി 5 ലക്ഷത്തിൻ്റെ കൂടിയുള്ള അനുബന്ധ കുറ്റപത്രം കൂടി ഉടനെ തയ്യാറാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഗോപിക, ശരി. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ ആദ്യ കുറ്റപത്രത്തിന് അംഗീകാരം. വിജിലൻസ് ഡയറക്ടർ ആണ് അംഗീകാരം നൽകിയത്. കിരണാണ് വിവരങ്ങൾ പങ്കുവച്ചത്.